നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് സിങ്ക് iOS എന്ന ഒരു ഐഫോൺ മാനേജറാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഐട്യൂൺസിന് പകരമായി ഇത് ഉപയോഗിച്ചുകൊണ്ട് ഐട്യൂൺസിൽ സാധാരണയായിട്ട് നമുക്ക് 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു സോങ് മാത്രമേ റിംഗ് ടോണായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതും കുറച്ച് ബുദ്ധിമുട്ടി മാത്രമേ നമുക്ക് അതിൽ കൂടി റിംഗ് ടോൺ സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സിങ്ക് iOS ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നിസ്സാര സമയം കൊണ്ട് നിങ്ങൾക്ക് ഏത് MP3 പാട്ടുകളും നിങ്ങളുടെ ഐഫോണിൻ്റെ റിംഗ് ടോണായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നോക്കാം, ഇതിൽ കുറേ അധികം സൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. റിംഗ് ടോൺ മേക്കർ, ഐട്യൂൺ ബാക്കപ്പ്, ഫയൽ സിസ്റ്റം, ഓഡിയോ കൺവെർട്ടർ, വീഡിയോ കൺവെർട്ടർ, ഐട്യൂൺസ് ലൈബ്രറി, മീഡിയ ലൈബ്രറി, ഫോട്ടോ സ്ട്രീം, റീബൂട്ട്, ഷട്ട് ഡൗൺ, ക്ലിയർ ക്യാഷ്, മൊബൈൽ ഹാർഡ് ഡിസ്ക്, റിയൽ ടൈം ലോഗ്, ക്രാഷ് ലോഗ് എന്നൊക്കെ. നമുക്കിതിൽ വളരെ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. നിങ്ങൾ ഐട്യൂൺസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിലാണെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളൂ. അല്ലാത്തതിൽ ചിലപ്പോൾ എറർ കാണിക്കാം. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഐട്യൂൺസ് ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷേ ഐട്യൂൺസ് ഓപ്പൺ ആക്കരുത്. നമ്മൾ ഈ സോഫ്റ്റ്വെയറിനോട് സിങ്ക് iOSനോടൊപ്പം ഐഫോൺ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഐട്യൂൺസ് ഓപ്പൺ അല്ല എന്ന് ഉറപ്പുവരുത്തുക. അതേസമയം അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയും വേണം. തുടർന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ അഥവാ ഐഫോൺ USB കേബിൾ വഴി കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുക ഇങ്ങനെ ഒരു സ്ക്രീനായിരിക്കും. നിങ്ങളുടെ ഐഫോണിനെ പറ്റിയുള്ള വിവരങ്ങളും, അതായത് പർച്ചേസ് ചെയ്ത ഡേറ്റ്, എസ്റ്റിമേറ്റഡ് എക്സ്പിറേഷൻ ഡേറ്റ്, ഫോൺ നമ്പർ, ബാറ്ററി ലെവല്, സീരിയൽ നമ്പർ, അങ്ങനെയുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഒരു സമ്മറി പേജാണ് ആദ്യം കാണുക. അതിൽ താഴെയായിട്ട് എത്രമാത്രം നിങ്ങളുടെ ഐഫോണിൽ എത്രമാത്രം മ്യൂസിക് ഉണ്ട്, വീഡിയോ ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, ബുക്സ് അഥവാ ടെക്സ്റ്റ് ഫയലുകളുണ്ട്, ആപ്ലിക്കേഷനുകളുണ്ട് എന്നെല്ലാം സൈസ് അനുസരിച്ച് കാണാൻ സാധിക്കും. ഇതുകൂടാതെ നമുക്കിവിടെ ഇങ്ങനെ സിസ്റ്റം കപ്പാസിറ്റി എന്നും കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ആവശ്യം ഒരു റിംഗ് ടോൺ മേക്കറാണ്. കാരണം നമുക്ക് ഫോണിൽ മാനേജ് ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഫോട്ടോസ്, വീഡിയോ ഇതൊക്കെ കോപ്പി ചെയ്ത് നമ്മുടെ ഐഫോണിലേക്ക് ഇടുക എന്നതാണ് പ്രധാന ആവശ്യം. നമുക്ക് ഇവിടെ എന്നാലും തൽക്കാലം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മീഡിയ, ഫോട്ടോസ്, ഇ-ബുക്ക്, ആപ്സ്, ഇൻഫർമേഷൻ എന്നൊക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് മീഡിയ എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഫോണിലുള്ള വീഡിയോ ഫയലുകൾ കാണാൻ സാധിക്കും. തൊട്ട് താഴെ ഫോട്ടോസ് എന്നത് സെലക്ട് ചെയ്താൽ ഓരോ ആൽബം ആയിട്ട് നിങ്ങളുടെ ഐഫോണിൽ കിടക്കുന്ന ചിത്രങ്ങളെല്ലാം കാണാൻ സാധിക്കും. കൂടാതെ ഇ-ബുക്കുകൾ ഉണ്ടെങ്കിൽ ഇ-ബുക്ക്, ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും ഈ ഭാഗം ഉപയോഗിക്കാം. അതിനായിട്ട് ഇൻസ്റ്റാൾ എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഡൗൺലോഡ് ചെയ്ത IPA എന്ന എക്സ്റ്റൻഷനോട് കൂടിയ ഫയലുകൾ മാത്രം സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നോക്കുക, ഇവിടെ നമുക്കൊരു ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തു, IPA എന്ന എക്സ്റ്റൻഷനുള്ളത്. കാരണം നമ്മൾ ആൻഡ്രോയിഡിലാണെങ്കിൽ APK എക്സ്റ്റൻഷനുള്ളതും, നോക്കിയ ഫയലുകളിൽ SIS അല്ലെങ്കിൽ JAR, JAD തുടങ്ങിയ ഫയലുകളും, ഐഫോണിൽ IPA തുടങ്ങിയ എക്സ്റ്റൻഷനോട് കൂടിയ ഫയലുകളുമാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുക. ഇതിൽ തന്നെ ചില പെയ്ഡ് ആപ്ലിക്കേഷനുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ പൈസ കൊടുത്തല്ല വാങ്ങാറുള്ള പെയ്ഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ക്രാക്ക് ചെയ്താണ് വാങ്ങുന്നത്. അതൊക്കെ ജെയിൽ ബ്രേക്കഡ് ആയിട്ടുള്ള അഥവാ ആൻഡ്രോയിഡിലെ റൂട്ടിങ്ങിന് തുല്യമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത ഐഫോണുകളിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. ഇവിടെ നമ്മൾ ഫയൽ മാസ്റ്റർ എന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ പ്രോഗ്രസ് ഇവിടെ നമുക്ക് കാണാം. നോക്കുക, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നു. ഇതിനിടയിൽ നമുക്ക് ഒരു നോട്ട് കാണിക്കും, അപ്ഗ്രേഡ് ചെയ്യണോ എന്ന്. നമ്മൾ ഫ്രീ വേർഷനാണ് ഇതിൻ്റെ സിങ്ക് iOSൻ്റെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അപ്ഗ്രേഡ് ഒന്നും കൊടുക്കണ്ട, നോ എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഫയൽ മാസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന
ആപ്ലിക്കേഷനുകളുടെ ഫയലുകൾ നിങ്ങൾക്ക് ഈ ഡിവൈസിൽ കൂടിയും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടി സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അടുത്തത് ഇൻഫർമേഷൻ എന്നതിൽ നിങ്ങളുടെ ഫോണിലെ കോൺടാക്റ്റുകൾ ബാക്കപ്പ് എടുത്ത് വയ്ക്കാനും ബാക്കപ്പ് എടുത്തതിൽ നിന്ന് റിക്കവർ ചെയ്യാനും കോൺടാക്റ്റുകൾ ഡിലീറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നിവയെല്ലാം സാധിക്കും. നോട്ട്സ്, ബുക്ക് മാർക്ക്, കോൾ ഹിസ്റ്ററി, മെസ്സേജ് എന്നിവ നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഇത് കൂടാണ്ട് നമുക്കിവിടെ മുകളിൽ ഓൺലൈൻ വീഡിയോസ് എന്നൊരു ഐക്കൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് URL എന്നതിൽ നിങ്ങൾക്ക് യൂട്യൂബിലെയോ ഫേസ്ബുക്കിലെയോ അങ്ങനെ താഴെ കാണിച്ചിരിക്കുന്ന ഈ ലിസ്റ്റിലുള്ള ഏത് സൈറ്റിലെയും വീഡിയോയുടെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഡൗൺലോഡ് എന്ന് കൊടുത്താൽ, ഉദാഹരണം ഇവിടെ നിങ്ങൾ യൂട്യൂബിൻ്റെ ഒരു വീഡിയോ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാർട്ട് ഡൗൺലോഡ് എന്ന് പ്രസ് ചെയ്താൽ ആ വീഡിയോ ഡൗൺലോഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. യൂട്യൂബിലെ ഒരു വീഡിയോയുടെ ലിങ്ക് ടൈപ്പ് ചെയ്തു, പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ഡൗൺലോഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കുറേയധികം ഫോർമാറ്റുകൾ കാണിക്കും. ഇതിൽ ആവശ്യമുള്ള ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് ഡൗൺലോഡ് എന്ന് കൊടുത്താൽ ആ വീഡിയോ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. സാധാരണ നമ്മൾ MP4 വീഡിയോസാണ് ഐഫോണിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഒരു സാമ്പിളിനായിട്ട് ഏറ്റവും കുറഞ്ഞ ഫയൽ സൈസ് കുറഞ്ഞ ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് വീഡിയോയുടെ പ്രോഗ്രസ് ബാർ കാണാം. വീഡിയോ ഡൗൺലോഡ് ആവുന്നതിൻ്റെ പ്രോഗ്രസ് കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനും അതിൻ്റെ ലൊക്കേഷനിൽ നിന്ന് ആ വീഡിയോ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഐഫോണിലേക്ക് മാറ്റാനും സാധിക്കും. കൂടാതെ ഇവിടെ ഓൺലൈൻ റിസോഴ്സ് എന്നതിൽ ധാരാളം ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാനെല്ലാം സാധിക്കും. അതായത് iTunes പോലെ മറ്റൊരു സ്റ്റോറാണ് ഈ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് വാൾപേപ്പറുകൾ നോക്കാം. ധാരാളം വാൾപേപ്പറുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അതുപോലെ റിംഗ് ടോണുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കൂടാണ്ട് നമുക്കിവിടെ മെയിൻ വരുന്നത് റിംഗ് ടോൺ മേക്കർ എന്ന ഒരു ഭാഗമാണ്. കാരണം നമ്മുടെ മെയിൻ ആവശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് റിംഗ് ടോൺ ആക്കി മാറ്റുക എന്നതാണ്. അതിനായിട്ട് നമ്മൾ റിംഗ് ടോൺ മേക്കർ എന്നത് സെലക്ട് ചെയ്യാം. തുടർന്ന് ഒരു പാട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ഒരു പാട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ SMS വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ 25 സെക്കൻഡാണ് മാക്സിമം വേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൈസാണ് നിങ്ങൾക്ക് SMS വേണ്ടിയിട്ടുള്ള റിംഗ് ടോണായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുക. മാക്സിമം 25 സെക്കൻഡ് ഭാഗം മാത്രമേ കട്ട് ചെയ്യാവൂ. അപ്പോൾ നമുക്ക് ഇവിടെ പ്ലേ ബട്ടൺ കൊടുത്താൽ പാട്ട് നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാട്ട് കട്ട് ചെയ്യുന്നതിന് പ്ലേ ചെയ്തിരിക്കുന്ന ഈ നമുക്കിവിടെ പൊസിഷൻ വേണമെങ്കിൽ മാറ്റി നോക്കാം. എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഈ നീഡിലിങ്ങനെ നീക്കിയിട്ട് ഇതാണ് കട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അപ്പോൾ ഏത് ഭാഗം തൊട്ട് ഏത് ഭാഗം വരെയാണോ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ മൂവ് ചെയ്യുക. ഇത് നമ്മൾ തുടക്കത്തിലായിരിക്കും കൂടുതലും ഏത് പാട്ടിൻ്റെ മെയിൻ കട്ട് ചെയ്യുന്നത്. അതുപോലെ സെറ്റ് എൻഡ് എന്നതിൽ നമുക്ക് ഇതുപോലെ മാറ്റി കൊടുത്തതിനാൽ ഈ ഭാഗം വരെയുള്ള പാട്ടായിരിക്കും കട്ടാവുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ റിംഗ് ടോൺ വരുമ്പോൾ എത്ര വലിയ ലെങ്ത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലും മാക്സിമം 10-45 സെക്കൻഡൊക്കെ ആയിരിക്കും റിംഗ് ടോൺ നമുക്ക് കേൾക്കാൻ സാധിക്കുക. അതിൽ കൂടുതലുള്ള ലെങ്ത് അതിനുള്ളിൽ ഫോൺ കട്ടാവും. അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നത് 45 സെക്കൻഡ് 45 അല്ലെങ്കിൽ 50 സെക്കൻഡിന് അതിനൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഒരു പാട്ടിൻ്റെ തുടക്കം മാത്രമേ എപ്പോഴും നമുക്ക് റിംഗ് ടോണായിട്ട് സെറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. എന്നാലും ഐറ്റോൺസിനേക്കാളും കൂടുതൽ സമയം കട്ട് ചെയ്യാൻ ഈ ടൂൾ കൊണ്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് എത്ര സെക്കൻഡ് ഉണ്ടെന്ന് കാണാൻ സാധിക്കും. ഇനി നമ്മൾ സെലക്ട് ചെയ്തു.
നോക്കാം. നമ്മൾ ഇപ്പോൾ ഏകദേശം 1 മിനിറ്റിന് മുകളിലുള്ള ഒരു ടൈം സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്തൊക്കെ മാറ്റാൻ സാധിക്കും ടൈം. അതുപോലെ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട്, അതായത് ഒരു റിംഗ് ടോൺ നമ്മൾ കേൾക്കുമ്പോൾ തുടക്കത്തിൽ സൗണ്ട് കൂടി വരണോ അല്ലെങ്കിൽ തുടക്കത്തിൽ സൗണ്ട് കുറഞ്ഞു വരണോ. അതായത് ഒരു പാട്ട് നമ്മൾ ഓഫാകുമ്പോൾ റേഡിയോയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പയ്യെ ശബ്ദം കുറഞ്ഞായിരിക്കും ഓഫായി പോകുന്നത്. അതേ രീതിയിൽ കൊടുക്കുന്നതിന് നമുക്ക് ഈ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അത് എത്ര സമയം വരെ കിട്ടണമെന്നൊക്കെ നിങ്ങൾക്കിവിടെ ഈ ടൈം മാറ്റി ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മളൊരു സോങ് സെലക്ട് ചെയ്തു. സോങ്ങിൻ്റെ സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും സെലക്ട് ചെയ്തു. തുടർന്ന് സേവ് ആൻഡ് ഇമ്പോർട്ട് എന്ന് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു ലേബലിൽ ഒരു സോങ് റിംഗ് ടോണായിട്ട് നിങ്ങളുടെ ഐഫോണിൽ സെറ്റായിട്ടുണ്ടാവും. നമുക്ക് റിംഗ് ടോൺ സെറ്റായിട്ടുണ്ടോ എന്ന് ഫോൺ തുറന്നൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് റിംഗ് ടോൺ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. സെറ്റിങ്സിൽ പോയിട്ട് സൗണ്ട്സ് എന്ന് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് റിംഗ് ടോൺ എന്ന സെക്ഷൻ കാണാം. ഇവിടെ നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത നൊസ്റ്റാൾജിയ വയലിൻ എന്ന റിംഗ് ടോൺ ഏറ്റവും മുകളിലായിട്ട് ക്രിയേറ്റ് ആയി കിടക്കുന്നത് കാണാം. പക്ഷേ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്നത് നമ്മൾ ഏതാണോ സെലക്ട് ആയി ഇട്ടിരിക്കുന്നത് നേരത്തെ ഇട്ടുന്നത് അതായിരിക്കും ആക്റ്റീവായി കിടക്കുന്നത്. നമുക്കിവിടെ സെലക്ഷൻ മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ആ സോങ് റിംഗ് ടോണായിട്ട് മാറുന്നതായിട്ട് മനസ്സിലാക്കാം. ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം തിരികെ നിങ്ങളുടെ ഐട്യൂൺസ് ഓപ്പൺ ആക്കിയാൽ ഈ ഫയൽ അവിടുന്ന് ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഐട്യൂൺസിൽ ലെങ്ത്ത് കൂടിയ സോങ്ങുകളൊന്നും തന്നെ റിംഗ് ടോൺ ആക്കാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ സിങ്ക് iOS മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറി ഐട്യൂൺസും സിങ്ക് iOSും ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഫയലുകൾ മിസ്സാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സോങ്ങുകൾ റിംഗ് ടോൺ ആക്കാൻ നമുക്ക് ഇതിൽ കൂടി സാധിക്കുമെന്ന് മനസ്സിലാക്കി. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. അടുത്ത് നമുക്ക് ഐട്യൂൺസിൻ്റെ ബാക്കപ്പ് സെക്ഷനാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും ഒരു ഐട്യൂണിൻ്റെ ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ബാക്കപ്പ് എന്നതിൽ ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോസ്, SMS, കോണ്ടാക്റ്റ്, കോൾ ഹിസ്റ്ററി എന്നിവയുടെ ബാക്കപ്പുകൾ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. കൂടാണ്ട് ഫയൽ സിസ്റ്റം, നിങ്ങളുടെ ഐഫോണിലെ ഓരോ ഫോൾഡറുകളും നിങ്ങൾക്കിവിടെ ബ്രൗസ് ചെയ്യാൻ സാധിക്കും. ബാക്ക് പോകാൻ ഈ മുകളിലുള്ള കീ ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഓരോ ഫോൾഡറുകളും ഓപ്പണാക്കി നോക്കാൻ സാധിക്കും. അതുകൂടാണ്ട് ഓഡിയോ കൺവെർട്ടർ ഉണ്ട്. നിങ്ങൾക്ക് ഒരു സോങ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഏതൊരു ഫോർമാറ്റിലേക്ക്, അതായത് ഐഫോൺ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയധികം ഫോർമാറ്റുകളിലേക്ക് സോങ് കൺവെർട്ട് ചെയ്യാൻ സാധിക്കും. ഒപ്പം അത് ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഇവിടെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൺവെർട്ടിന് ശേഷം ഡിവൈസിലേക്ക് അത് ട്രാൻസ്ഫർ ആവുകയും ചെയ്യും. ഇതുപോലെ വീഡിയോ കൺവെർട്ടർ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഐട്യൂൺസിൻ്റെ ലൈബ്രറി, ഇത് ഐട്യൂൺസിൻ്റെ ലൈബ്രറിയാണ്, ശ്രദ്ധിക്കണം. നമുക്ക് ഐട്യൂൺസിൻ്റെ ലൈബ്രറി ഇവിടെ നിന്ന് ഓപ്പൺ ആക്കാൻ സാധിക്കും. അതുപോലെ മീഡിയ ലൈബ്രറി ഓപ്പൺ ആക്കാൻ സാധിക്കും. നേരത്തെ നമ്മൾ യൂട്യൂബ് വെച്ച് ഡൗൺലോഡ് ചെയ്ത ഫയലുകളെല്ലാം കാണുന്നത് ഇവിടെ മീഡിയ ലൈബ്രറി എന്ന സെക്ഷനിലായിരിക്കും. ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ടു ഡിവൈസ് എന്ന് കൊടുക്കാം. എന്നിട്ട് മീഡിയ ഫയൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഐഫോണും സിങ്ക് iOSും തമ്മിൽ സിങ്കായി ഫയലുകൾ ട്രാൻസ്ഫർ ആവും. കൂടാതെ നിങ്ങൾക്ക് ഫോട്ടോ സ്ട്രീം, ഫോൺ റീബൂട്ട് ചെയ്യാൻ, ഷട്ട് ഡൗൺ ചെയ്യാൻ, ക്യാഷ് ക്ലിയർ ചെയ്യാൻ, അങ്ങനെ എല്ലാ ഓപ്ഷനുകളും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് ഇവിടെ റിംഗ് ടോൺ ഉണ്ടാക്കാൻ
വളരെ എളുപ്പത്തിൽ ഈ സിങ്ക് iOS വെച്ച് സാധിക്കും. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക.